ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ. മോളെ മോളെ കഥ ആനി മോളെ മോളെ കഥക് തുറക്ക്. ആനി മോളെ എന്നെ മോളെ എന്നെ പറ്റിയേ എന്തു പറ്റി മോളെ? മോൾ എന്തിനാ കരഞ്ഞേ? അവിടെ മോളുടെ മിന്നലിനെ വിളിച്ചിട്ട് ഒരാൾ രൂപം പോകുന്ന പോലെ. മോൾ ആരെയാ കണ്ടത്? എന്താ പറ്റിയേ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മോൾ എന്തോ കണ്ട് പേടിച്ചത്. ഇതൊക്കെ അടച്ചിട്ട് കിടക്കണ്ടേ? ഇല്ലമ്മ, ഞാൻ കണ്ടതാ. മോള് പ്രായപൂർത്തി ഒരു പെണ്ണല്ലേ, വാതിലൊക്കെ അടച്ചിട്ട് കിടക്കണമെന്ന് അമ്മ എപ്പോഴും പറയാറുള്ളല്ലേ. നീ ചുമ്മാ അവളെ വഴക്ക് പറയല്ലേ. ഞാൻ വഴക്കൊന്നും പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ആ ശരി ശരി, മോള് കിടക്കട്ടെ. നീ വാ. നിങ്ങൾ പൊക്കോ, ഞാൻ ഇന്ന് ഇവിടെ കൂടെ കിടന്നോളാം. വേണ്ട അമ്മേ, പപ്പയും മമ്മിയും പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എന്നിട്ട് എന്തിനാ ഇനി കിടന്ന് നിലവിളിക്കാനോ? നീ അങ്ങോട്ട് മാറിക്കേ, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാം. വേണ്ട അമ്മേ, നിങ്ങൾ പോയി കിടന്നോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. ലൈറ്റൊക്കെ അണച്ചിട്ട് കിടന്നു. മോള് സമാധാനമായിട്ട് കിടക്കണം കേട്ടോ. മോൾ ഉറങ്ങിക്കൂ. മതി മതി, നീ വാ. മോള് കിടന്നോ. കുറച്ച് ദിവസമായിട്ട് ആനിമോൾ ഇങ്ങനെ രാത്രിയിൽ നിലവിളിക്കുന്നുണ്ട്. നമ്മുടെ മോക്ക് എന്ത് പറ്റിയതാണാവോ? നാളെ നോക്കാം. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആനിമോളുടെ കാര്യം നാളെ അച്ഛനോടൊന്ന് ചെന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം, നീ കിടക്ക്, നേരം വെളുത്തോട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നു. എന്നാലും എൻ്റെ മോക്ക് എന്തു പറ്റിയതായിരിക്കും?
നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി. 2 ദിവസം കൂടെ കുടിവെള്ളം ഉണ്ടാവില്ല. ഇന്നാ ചായ. ഉം. അച്ചായ, ഓ. ഇന്ന് മോളുടെ പിറന്നാളല്ലേ? ഉം. നമുക്ക് പള്ളി വരെ ഒന്ന് പോയാലോ? ഞാൻ ഇല്ലടി, നീ മോളുമായിട്ട് പോയിട്ട് വാ. അച്ഛൻ എന്ത് വർത്താനായി പറയുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അച്ഛൻ അറിയില്ലേ? അവളുടെ പിറന്നാൾ മാത്രമല്ലല്ലോ, മറക്കാനാവാത്ത മറ്റൊരു ദിവസം കൂടെ അല്ലേ ഇത്. നീ മോളുമായിട്ട് പോയിട്ട് വാ. ആ എടി, വിശ്വനാഥ് ഇന്നലെ ഫോൺ ചെയ്തിരുന്നു, അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. പള്ളിയിൽ പോകുന്നത് മോളുടെ പിറന്നാളായതുകൊണ്ട് മാത്രമല്ല, മോള് കുറച്ച് നാളായിട്ട് രാത്രി കിടന്ന് പേടിച്ച് നിലവിളിക്ക് സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉം. അത് നമുക്കൊന്ന് അച്ഛനോടൊന്ന് പറയണം. എന്തായാലും അച്ഛൻ കൂടെ വന്നേ പറ്റൂ. തിരിച്ചു വരുന്ന വഴി നമുക്ക് വിശ്വാന്റെ വീട്ടിൽ കയറിയാലോ? ഓ ശരി, എങ്കിൽ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. മോൾ എണീറ്റില്ലേ? ആ, മോൾ എണീറ്റില്ലെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ വേഗം ഉണത്ത്, പള്ളിയിൽ പോകാനുള്ളതല്ലേ. മോളെ, ആ മോൾ എണീറ്റായിരുന്നോ? വന്ന് ചായ കുടിച്ചേ. ഞാനിപ്പോൾ വരാം മമ്മി. മോളെ കുടിച്ചേ, നമുക്ക് പള്ളി വരെ ഒന്ന് പോകണം. എന്താ പള്ളിയിലെ വിശേഷം മമ്മി? വിശേഷം ഒന്നുമില്ല, അച്ഛനെ ഒന്ന് കാണണം, അതേ ഉള്ളൂ. എന്നാലും ഒന്ന് പറ മമ്മി. ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ, അതെന്നെ കാര്യം. ആ ആര്? വിശ്വനാഥനാ? കയറി വാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ആരോ വന്നെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ. സുഖം. പള്ളി പോണ്ടേ? ആ പോണം. ഞാൻ വിചാരിച്ചു നിങ്ങൾ കാലത്ത് തന്നെ പോയിട്ടുണ്ടാവും. വിശേഷനായിരുന്നോ? ആ ഞങ്ങള് രണ്ടാളും അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. ആ. ചായ എടുക്കട്ടെ? വേണ്ട. മോളെവിടെ? മോളകത്തുണ്ട്. അവളെ എണീറ്റതേ ഉള്ളൂ. ഇന്നലെ രാത്രി ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നം? മോൾ ഇവിടെ നിൽക്കുവാണോ? ഞാൻ മോളെ അടുക്കളയിലൊക്കെ നോക്കി. എന്താ മോളെ? മോളെ, വിശ്വേട്ടൻ വന്നിരിക്കുന്നു, മോളെ കാണണമെന്ന് പറയുന്നു. വന്നേ. മമ്മി പൊക്കോ, ഞാൻ വന്നോളാം. അങ്കിളിന് തീരെ സമയമില്ല, മോളെ കാണാൻ വേണ്ടി വന്നതാ. മോള് വന്നേ. മോള് റെഡിയായിട്ട് വന്നേ. ഉം. പെട്ടെന്ന് വരണേ. ആ മോളെ എഴുന്നേറ്റായിരുന്നോടി? ആ എണീറ്റായിരുന്നു. ആ മോളെ, ഹാപ്പി ബർത്ത്ഡേ. മോക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും തരുന്നതാണ്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തരാൻ പറ്റിയില്ല. ഇതാ മോളെ, പിടിക്ക്. മോളെ, മോളെ, അമ്മച്ചേ, ആഹാ, പപ്പ മമ്മി ഇല്ലടാ, പള്ളിയിൽ പോയി. ഞാൻ കണ്ടായിരുന്നു. കണ്ടിട്ടാ നീ വിളിച്ചല്ലേ? ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് നിന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഓ നിന്നോട് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞ കൊണ്ടുപോകത്തില്ലല്ലോ. ഓ അങ്ങനെ പറയാതെ വാങ്ങ്, സന്തോഷത്തോടെ ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. വാങ്ങ്.
എന്നാ പുറത്തു കൊണ്ടുപോലോ? കൊണ്ടുപോവാം. ഉറപ്പാണേ? ഉറപ്പ്. ഇനി പറ്റിക്കല്? ഇല്ല. താങ്ക് യു. ഓക്കെ.